നമ്മുടെ കണ്ണൂരുകാർക്ക് എന്നും പ്രിയപ്പെട്ടതാണല്ലോ നമ്മുടെ കാഞ്ഞിരക്കൊല്ലിയും അവിടുത്തെ ശശിപ്പാറ വ്യൂ പോയിൻറ്റും അതുപോലെ തന്നെ അളകാപുരി വെള്ളച്ചാട്ടവും. ഇന്നത്തെ എൻ്റെ യാത്ര ശശിപ്പാറ വ്യൂ പോയിൻറ്റിലേക്കാണ്. ശശിപ്പാറയിൽ എത്തിച്ചേരാൻ ഇരിട്ടി വഴിയാണെങ്കിൽ 27 കിലോമീറ്ററും അതുപോലെ തന്നെ കണ്ണൂർ വഴിയാണെങ്കിൽ 54 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. ശശിപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് എത്താൻ ഫോറസ്റ്റിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്. ഇവിടെ നിന്നും എൻട്രി ടിക്കറ്റും എടുത്ത് നമുക്ക് ശശിപ്പാറ വ്യൂ പോയിൻറ്റിലേക്ക് എൻട്രി ചെയ്യാവുന്നതാണ്. ശശിപ്പാറയിൽ നിന്ന് നോക്കിയാൽ അതിമനോഹരമായി ഇതുപോലെ ഒരു ക്ലൗഡ് ബെഡ് കാണാം. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉള്ള സമയത്താണ് ശശിപ്പാറ വ്യൂ ചെയ്യാൻ ഏറ്റവും നല്ലത്. കാരണം ഒരു ചെറിയ മഞ്ഞും അതുപോലെ തന്നെ ചാറ്റൽ മഴയും ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മനോഹരമായ കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഇവിടെ സ്റ്റേകൾ എന്ന് പറയുമ്പോൾ ഹോം സ്റ്റേയും ഡോർമെട്രിയും ഒക്കെയുള്ള സ്റ്റേ അവൈലബിൾ ആണ്. അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഇതുപോലെ തന്നെ മനോഹരമായ ഒരു സൂര്യോദയവും കാണുവാൻ കഴിയും. ശശിപ്പാറ എന്തുകൊണ്ടും അതിമനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. നിരപ്പിൽ നിന്നും 1900 അടി മുകളിലാണ് ശശിപ്പാറ വ്യൂ പോയിൻ്റ്. കർണാടക കേരള അതിർത്തി പങ്കിടുന്ന ഗ്രാമമാണ് കാഞ്ഞിരക്കൊല്ലി. കാഞ്ഞിരക്കൊല്ലിയിൽ നിന്നും ശശിപ്പാറയിലേക്കുള്ള വഴി തന്നെ അതിമനോഹരമാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞ ആ വഴിയിലൂടെ കയറി വേണം നമുക്ക് ശശിപ്പാറ വ്യൂ പോയിന്റിൽ എത്തിച്ചേരാൻ. ചെറിയ ബജറ്റിൽ ഒരു സ്റ്റേയും അതുപോലെ തന്നെ ഒരു ട്രിപ്പും ഒക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ശശിപ്പാറ.